കോർട്ടുകളാണ് ഈ ഞാൻ വരാം. ഞാൻ അനുപ ഒരു പ്രതികരണം എടുത്തുകൂടി വരാം. BJP പ്രതിനിധി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം 1947 ഓഗസ്റ്റ് 15 എങ്ങനെയായിരുന്നോ നമ്മുടെ ആരാധനാലയങ്ങൾ, അതേ നില തുടരണമെന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കെ ഈ പള്ളികൾ കുഴിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഡോക്ടർ അരുൺ പരിശോധിക്കാനാണല്ലോ ബഹുമാനപ്പെട്ട കോടതി അതിന്റെ നിയമവശവും അതിന്റെ മറ്റു വശങ്ങളുമെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയിൽ വന്നിട്ടുള്ള ഒരു അന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ, ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി അതിലൊരു കമ്മീഷന് വെച്ചു. ആ സ്ഥലത്തെ സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിന് വേണ്ടി, ആ പരിശോധനയ്ക്ക് വേണ്ടി കമ്മീഷൻ ചെന്ന സമയത്താണ് താങ്കൾ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് അത് കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി അവരോട് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു. അതുവരെ പുതിയ നടപടികളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ തുടരുന്നത് സ്വാഭാവികമായും ജുഡീഷ്യറിയുടെ ആർക്ക് ലക്ഷ്യം, എന്ത് ലക്ഷ്യമുള്ളത്? അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? CPM-ന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇതിനകത്ത്? BJP-ക്ക് എന്ത് ലക്ഷ്യം ഇതിനകത്ത്? ഇങ്ങനെ പരിശോധന നടത്തണമെന്നാണോ നടത്തേണ്ടതാണോ? BJP-ക്ക് ഒരു ലക്ഷ്യവും ഈ കാര്യത്തിൽ കാര്യത്തിനകത്തില്ല. BJP-യെ സംബന്ധിച്ച് അവിടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അത് വന്ന സമയത്ത് ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, ജില്ലാ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പരിശോധന നടക്കുന്നു. ആ പരിശോധനയ്ക്ക് കമ്മീഷന് സംരക്ഷണം നൽകേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. അതോടൊപ്പം തന്നെ അവിടെ BJP-യുടെ നിലപാടെന്താ ഈ വിഷയത്തിൽ? സംഭൽ, രാജസ്ഥാനിലെ അജ്മീർ ദർഗ, വാരണാസിയിലെ ഗ്യാൻവാബി, ഈ പള്ളികളിലെല്ലാം ക്ഷേത്രങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണോ നിങ്ങളുടെ നിലപാട്? അതല്ലേ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതികളിൽ പല വിഷയങ്ങളിൽ, ഇത് മാത്രമല്ലല്ലോ നിരവധി വിഷയങ്ങളിൽ കോടതികളിൽ നിരവധി ആളുകൾ ഹർജികളുമായി പോയിട്ടുണ്ട്. ചിലതെല്ലാം അത് നടക്കുന്ന രീതിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ സാഹചര്യങ്ങൾ എന്ത് ഭയം? ഇവിടെ ആർക്കെന്തിനാ ഭയമുള്ളത്? ഈ രാജ്യത്ത് ആരെങ്കിലും ഭയപ്പെട്ടാണോ ജീവിക്കുന്നത്? ഒരാളെയും ഭയപ്പെട്ടല്ല ജീവിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഇന്ന് സഹമന്ത്രി പറയുന്ന കേട്ടു, രാധേ രാധേ എന്ന് വിളിക്കാതെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്ന്. ഇത് ഉത്തർപ്രദേശിലെ BJP-യുടെ ഒരു സഹമന്ത്രി പറയുന്നതാണ്. ആർക്കും വിളിക്കാമല്ലോ, എന്തും വിളിക്കാം. എത്രയോ അല്ലാത്ത കാര്യങ്ങൾ വിളിക്കുന്ന ആളുകളുണ്ട്. ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കുന്നില്ലേ? ഇന്നലെ അയോധ്യ, പിന്നെ ഗ്യാൻവാബി, എവിടെയാ കുഴിക്കുന്നത്? അല്ല, എവിടെയാ കുഴിക്കുന്നത്? എന്തിനായി ഭയപ്പെടുത്തുന്ന ഇൻട്രൊഡക്ഷനും ഭയപ്പെടുത്തുന്ന വാചകങ്ങളും എല്ലാം ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത്? അങ്ങും അത് ഏറ്റുപറയുന്നത് എന്തിനാണ്? എവിടെയാ ഭയപ്പെടുത്തുന്നത്? അവിടെ ഒരു കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കേണ്ട അവസ്ഥ എന്തായിരുന്നു? ഇതുവരെ സമാധാനത്തോടു കൂടി ആൾക്കാർ സംഭൽ ജില്ലയിൽ കഴിയുകയായിരുന്നില്ലേ? നമ്മൾ ആരെങ്കിലും സംഭൽ ജില്ലയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അടുത്ത കാലത്ത് ഇതേപോലെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവുന്നത്? ഇതേപോലെ ഒരു പരാതിയുമായിട്ട് പോകുന്നതിന്റെ മോട്ടീവ് എന്താണ്? ഞാൻ അരുണിനെ മറ്റൊരു സംഭവം ഓർമ്മിപ്പിക്കട്ടെ. 2 ആഴ്ച മുൻപാണ് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രക്തസാക്ഷികളുടെ ദിനാചരണം നടന്നത്. അതിനെ സംബന്ധിച്ച് പ്രകാശ് മാഷ്ടറുടെ അഭിപ്രായം എന്താണ്? അത് ഏതെങ്കിലും നടപടിയുടെ ഭാഗമായി ഉണ്ടായതാണോ? അപ്പൊ 5 പേർ മരിച്ചു എന്ന് പറഞ്ഞ് അങ്ങ് അതിനെ വലിയ സംഭവമായി, ഇതൊരു വലിയ കലാപത്തിന് തുടക്കമാണ് എന്ന് പറഞ്ഞാൽ അത് അന്ന് CPM നടത്തിയത് കലാപത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെയല്ലല്ലോ. വിഷയത്തിന്റെ പുറത്തുള്ള ഒരു സംഘർഷമായിരുന്നില്ലേ? അതുപോലെയാണോ വളരെ വർഗീയത മുറ്റി നിൽക്കുന്ന ഒരു കേസിൽ പോലീസ് വെടിവെപ്പുണ്ടാവുന്നത്? ഇവിടെ ഒരു പള്ളിയിലെ ആരാധനാക്രമം പോലീസിന്റെ സംരക്ഷണയിൽ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഇവിടെ ഈ വിഷയത്തിലില്ലേ? എന്താണ് വാദം? ഹർജിക്കാരന്റെ വാദം എന്താ? 1529 ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ആ ക്ഷേത്രം മുഗൾ ചക്രവർത്തി പൊളിച്ചതാണെന്നും അതിനുശേഷം നിർമ്മിച്ചതാണെന്നും പരാതി വരുമ്പോ ഈ 1991 ആക്ട് എന്താ പറയുന്നത്? 1947 ശേഷം അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. അത് പ്രാഥമികമായി തള്ളേണ്ടതിന് പകരം അവിടെ ഒരു സിവിൽ ജഡ്ജി ഇരുന്ന് ഈ വർഗീയ താല്പര്യത്തോടു കൂടി വിധി പുറപ്പെടുവിക്കുകയാണ്. അവിടെ സർക്കാരിനടക്കം ഇടപെടാമല്ലോ, സർക്കാരിന് കൊടുക്കാമല്ലോ ഒരു അഫിഡവിറ്റ്.
ഇത് എടുക്കാൻ കഴിയില്ല, ഈ കോടതിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. നിങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് എന്താ? നമ്മുടെ കേരളത്തിൽ 610-ലധികം കുടുംബങ്ങൾ മുനമ്പത്ത് ഇതുപോലെ തന്നെയുള്ള അതേ വിഷയം നേരിട്ടുകൊണ്ടിരിക്കുകയില്ല. അവിടെ ഒരു കലാപം ഉണ്ടായിട്ടില്ലല്ലോ, അവിടെ കോടതി ഉത്തരവുകളില്ലേ? സർക്കാരിനോട് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് അല്ലേ? ഉത്തർപ്രദേശ് ഭരിക്കുന്നിടത്ത് കലാപം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കലാപം നടക്കില്ല എന്നാണ് സുപ്രീം കോടതിയിൽ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കലാപം ഉണ്ടാക്കാൻ Debate with Dr. Arun Kumar.